മഹാരാഷ്ട്രയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ കൊണ്ടുവന്ന മാർക്കർ പേനകൾ വലിയ തോതിൽ പരാജയപ്പെടുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ഈ പാളിച്ചകൾ പരോക്ഷമായി സമ്മതിച്ചുകൊണ്ട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പഴയതുപോലെ കുപ്പിയിലുള്ള ഇൻഡെലിബിൾ മഷി തന്നെ ഉപയോഗിക്കാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഉത്തരവിട്ട് കഴിഞ്ഞു. BMC ഉൾപ്പെടെയുള്ള 29 നഗരസഭകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ വിരലിൽ പതിപ്പിക്കാൻ ഉപയോഗിച്ച മാർക്കർ പേനകൾക്കെതിരെ വ്യാപകമായ പരാതികളാണ് ഉയർന്നത്. വോട്ട് രേഖപ്പെടുത്തി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വിരലിലെ മഷി മാഞ്ഞു പോകുന്നുവെന്ന ഗൗരവകരമായ കണ്ടെത്തലുകൾ വോട്ടർമാർ തന്നെ പുറത്തുവിട്ടിരുന്നു. സാനിറ്റൈസർ ഉപയോഗിച്ചോ എന്തിന് സോപ്പും വെള്ളവും ഉപയോഗിച്ചോ വിരലിലെ മഷി എളുപ്പത്തിൽ മായ്ച്ചു കളയാമെന്ന് വീഡിയോ സഹിതം തെളിയിക്കപ്പെട്ടു. അങ്ങനെ വ്യാപകമായ പരാതികൾ ഉയർന്നതോടെയാണ് മാർക്കർ മാറ്റി പഴയ സമ്പ്രദായത്തിലേക്ക് തിരിച്ചു പോകാമെന്ന തീരുമാനം കമ്മീഷൻ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. കള്ളവോട്ട് തടയാൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ സുരക്ഷാ കവചം ഇത്തരത്തിൽ പരാജയപ്പെട്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വലിയ പ്രതിരോധത്തിലാക്കി. തങ്ങൾക്ക് പിഴവ് പറ്റിയെന്ന് കമ്മീഷൻ പരോക്ഷമായി സമ്മതിച്ചതിന്റെ ഫലമാണ് ഇപ്പോൾ മഷിക്കുപ്പികളിലേക്കുള്ള ഈ മടക്കമെന്ന് കാണാൻ സാധിക്കും. സാധാരണയായി മൈസൂർ പെയിന്റ്സ് ആൻഡ് വാർണിഷ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന പ്രത്യേക മഷിക്കുപ്പികളാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളിൽ ഉപയോഗിക്കാറുള്ളത്. ദശാബ്ദങ്ങളായി വിശ്വാസ്യത തെളിയിച്ച ഈ രീതി മാറ്റി പരീക്ഷണത്തിന് മുതിർന്ന കമ്മീഷന് വോട്ടർമാരുടെ പ്രതിഷേധത്തിന് മുന്നിൽ ഒടുവിൽ മുട്ടുമടക്കേണ്ടി വന്നു. മഷിപ്പേനകളുടെ കാര്യത്തിൽ സംഭവിച്ച ഈ വലിയ വീഴ്ച ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ അഥവാ EVMകൾക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾക്ക് പുതിയൊരു മാനം നൽകിയിരിക്കുകയാണ്. മഷിയിലെ പിഴവ് കൊണ്ട് കള്ളവോട്ട് നടന്നേക്കാമെന്ന ആശങ്കയുണ്ടെങ്കിൽ EVMലെ സുതാര്യതയില്ലായ്മ വലിയ ക്രമക്കേടുകൾക്ക് കാരണമാകുന്നു എന്ന ഉറച്ച വിശ്വാസത്തിലാണ് വലിയൊരു വിഭാഗം വോട്ടർമാരും പ്രതിപക്ഷ പാർട്ടികളും. സാങ്കേതിക വിദ്യയിലെ പരീക്ഷണങ്ങൾ ജനാധിപത്യ പ്രക്രിയയെ അസ്ഥിരപ്പെടുത്തുന്നു എന്ന വാദത്തിന് ഈ മഷി വിവാദം വലിയൊരു തെളിവായി മാറിയിട്ടുണ്ട്. തങ്ങളുടെ വോട്ട് കൃത്യമായാണോ രേഖപ്പെടുത്തുന്നത് എന്ന ആശങ്ക രാജ്യവ്യാപകമായി ഇന്ന് നിലനിൽക്കുന്നുണ്ട്. മഷിക്കുപ്പിയിലേക്ക് തിരിച്ചു വന്നതുപോലെ ബാലറ്റ് പേപ്പറിലേക്കുള്ള മടക്കത്തിന് ഈ മഷി വിവാദം ഒരു നിമിത്തമായേക്കാമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. EVMകളിൽ ചിപ്പുകൾ ഘടിപ്പിച്ചിട്ടുള്ളതിനാൽ അവ ഹാക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്ന സാങ്കേതിക വിദഗ്ധരുടെ മുന്നറിയിപ്പുകളും വോട്ടർമാരുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ലഭിക്കുന്ന VVPAT സ്ലിപ്പുകൾ പൂർണ്ണമായി എണ്ണണമെന്ന ആവശ്യവും കോടതികളിൽ നിലനിൽക്കുന്നുണ്ട്. ജർമ്മനി, നെതർലാൻഡ്സ് ഉൾപ്പെടെയുള്ള പല വികസിത രാജ്യങ്ങളും EVM ഉപേക്ഷിച്ച് ബാലറ്റിലേക്ക് മടങ്ങിയ മാതൃക ഇന്ത്യയും പിന്തുടരണമെന്ന ആവശ്യം ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷന് അവഗണിക്കാനാവില്ല. മഹാരാഷ്ട്രയിലെ ഈ മഷിമാറ്റം കേവലം ഒരു സാങ്കേതിക തീരുമാനം മാത്രമല്ല, വോട്ടർമാരുടെ ആത്മവിശ്വാസം തകർന്നാൽ കമ്മീഷന് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും എന്നതിന്റെ തെളിവാണ്. മഷിയുടെ കാര്യത്തിൽ സംഭവിച്ച ഈ പുനർചിന്തനം വോട്ടിംഗ് യന്ത്രങ്ങളുടെ കാര്യത്തിലും ഉണ്ടാകുമെന്നും ജനാധിപത്യത്തിന്റെ യഥാർത്ഥ കരുത്തായ ബാലറ്റ് പേപ്പറുകൾ തിരികെ വരുമെന്നും തന്നെയാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ജനങ്ങളുടെ പ്രതിഷേധം തെരുവിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാതിലുകളിൽ മുട്ടുമ്പോൾ കൂടുതൽ സുതാര്യമായ ബാലറ്റ് പേപ്പർ രീതി നടപ്പിലാക്കാൻ കമ്മീഷൻ നിർബന്ധിതരായേക്കും. വോട്ടിംഗ് മെഷീനുകൾ ഉപയോഗിക്കുമ്പോൾ വോട്ടർക്ക് തന്റെ വോട്ട് എവിടെ പോയി എന്ന് നേരിട്ട് കാണാൻ സാധിക്കില്ല എന്ന പോരായ്മ ബാലറ്റ് പേപ്പറുകൾക്കില്ല. കൂടുതൽ വിശ്വസനീയമായ ഒരു തെരഞ്ഞെടുപ്പ് രീതിയിലേക്ക് ഇന്ത്യ ഉടൻ മടങ്ങുമോ എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം.